മക്കൾസ്, അപ്പോൾ നിങ്ങളുടെ എക്സാം പേപ്പറിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ് മിസ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ EVS ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്ന് സ്റ്റേറ്റ്സ്, ഓക്കെ, നമ്മുടെ സംസ്ഥാനങ്ങളും അവരുടെ ഭാഷ ലാംഗ്വേജും അതേപോലെ തന്നെ അവരുടെ ക്യാപിറ്റൽ തലസ്ഥാനവുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഉറപ്പിച്ച ഒരു സംശയമില്ല, ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. മിസ്സിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സ്റ്റേറ്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്സും അതിൻ്റെ ക്യാപിറ്റലും അതിൻ്റെ ലാംഗ്വേജും എന്താണെന്ന് പഠിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ് നമ്മൾ എടുക്കുന്നത് രാജസ്ഥാനാണ്. ഓക്കെ, അപ്പോൾ രാജസ്ഥാനെ നിങ്ങൾ എങ്ങനെ പഠിക്കുക, RJ എന്ന് പഠിക്കുക. RJ എന്നുള്ള കോഡിലൂടെ പഠിക്കുക. അതായത് രാജസ്ഥാന്റെ ക്യാപിറ്റലാണ് ഏത്, ജയ്പൂർ എന്ന് പറയുന്നത്. ഇവർ ഏത് ഭാഷയാണ് സംസാരിക്കാറ്, രാജസ്ഥാനിയാണ്. ഓക്കെ, അപ്പൊ RJ എന്ന് മാത്രം പഠിച്ചാൽ മതി. രാജസ്ഥാനി, ജയ്പൂർ എന്ന് പഠിച്ചു വെക്കാം. റെഡി ആണെങ്കിൽ രണ്ടാമത്തേത് നോക്കിയേ, ഗുജറാത്ത് ആണല്ലേ. ഗുജറാത്തിൽ ഒന്നും നോക്കാനില്ല, ഫുൾ G ആണ്. അപ്പൊ ഒരു G മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഗുജറാത്തി, ഗാന്ധിനഗർ, G എന്നാണ് വരുന്നത്. അപ്പോൾ ഒരു G മാത്രം നിങ്ങൾക്ക് പഠിച്ചാൽ മതി. ഇനി അടുത്തത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയും വളരെ സിമ്പിൾ ആണ് കേട്ടോ. യെസ്, മഹാരാഷ്ട്ര M എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ ഏതാണ് വരുന്നത്, മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ വരുന്നത് മുംബൈ ആണ്. ആൻഡ് അവരുടെ ഭാഷ ഏതാണ്, മറാത്തിയാണ്. ഓക്കെ, അപ്പം ഗുജറാത്തും മഹാരാഷ്ട്രയും നിങ്ങൾ G എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കുക. ഗുജറാത്തിന് ഒരൊറ്റ G മതി. ആ G എന്തൊക്കെയാ പറയുന്നത്, ഗുജറാത്ത്, ഗാന്ധിനഗർ, ഗുജറാത്തി. മഹാരാഷ്ട്രയുടെ വലിയ M എന്താ പറയുന്നത്, മഹാരാഷ്ട്ര, മുംബൈ, മറാത്തി. ഈസി അല്ലേ? ഈസി ആണെങ്കിൽ അടുത്ത് നോക്കിയേ, ഗോവ ആണല്ലേ. ഗോവ നിങ്ങൾ എങ്ങനെ പഠിക്കുക, GK എന്ന് പഠിക്കുക. ഓക്കെ, അപ്പൊ GK എങ്ങനെയാണ്, ഗോവ കൊങ്കണി, GK. ഓക്കെ, GK, പിന്നെ ഒരു P കൂടെ ഉണ്ട്. അത് നിങ്ങൾ എങ്ങനെ പഠിക്കുക, അതാണ് തലസ്ഥാനം അല്ലെ, പനജിയാണ് തലസ്ഥാനം എന്ന് ഓർത്ത് വെക്കുക. ഇനി കർണാടകയുടെ ഭാഷ നമുക്കറിയാം, വളരെ സിമ്പിളാണ്. കർണാടകക്കാർ കന്നഡ ഭാഷയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ കർണാടകയെ നിങ്ങൾ എങ്ങനെ പഠിക്കുക, കർണാടകയെ നിങ്ങൾ KB എന്ന് പറയാം. ഓക്കെ, കന്നഡ ഭാഷ ബാംഗ്ലൂരാണ് തലസ്ഥാനമായിട്ട് വരുന്നത്. ഇനി അടുത്തത് കേരള നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് കേരളം നമ്മുടെ സ്വന്തം നാടാണല്ലേ. അപ്പോൾ കേരളത്തിൻ്റെ ഭാഷ ഏതാണ്, മലയാളമാണ്. നമ്മുടെ തലസ്ഥാനം, നമ്മുടെ ക്യാപിറ്റൽ ഏതാണ്, തിരുവനന്തപുരമാണ്. ഇനി ലാസ്റ്റ് നമ്മുടെ തൊട്ട അയൽവാസിയായിട്ടുള്ള തമിഴ്നാടുണ്ട്. തമിഴ്നാടിൻ്റെ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം, TC എന്ന് പഠിക്കാം. ഓക്കെ, തമിഴ് ഭാഷ സംസാരിക്കുന്നു, ചെന്നൈ ആണ് ക്യാപിറ്റലായിട്ട് വരുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണിത്. ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം ഉറപ്പായിട്ടും എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എന്തായാലും മക്കൾ എന്ത് ചെയ്യുക, ഈ ഒരു പോർഷൻ നിങ്ങൾ EVS കവർ ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാം നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ അവിടെ വീണിരിക്കുന്നത്. കാരണം ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതേപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ക്ലാസ് 4 ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയറും ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.